കഴിഞ്ഞ ദിവസം ഏഷ്യൻ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരമായിരുന്നല്ലോ. 6 വിക്കറ്റിന് ഇന്ത്യ ജയിക്കുകയും ചെയ്തു. വെൽഡൺ ബോയ്സ്, കീപ് ഇറ്റ് അപ്പ്. ഇതിലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് സച്ചിൻ, സേവാങ്, ദ്രാവിഡ് പോലെ തന്നെ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു പേടി ഷുഐബ് അക്തർ, വഖാർ, ഇമ്രാൻഖാനെ പോലെയുള്ള പാക് പ്ലേയേഴ്സ് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്നു. അന്നൊന്നും ആരും മതമോ രാജ്യമോ നോക്കിയിട്ടല്ല ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ന് ക്രിക്കറ്റ് എന്റർടൈൻമെന്റിനപ്പുറം അതിൽ മതം കലർത്തി വർഗീയ ഒരു T20 ആക്കി മാറ്റിയിരിക്കുകയാണ് ചിലർ. ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യയുടെ വിജയത്തെ പറ്റിയുള്ള ന്യൂസിൽ വന്ന കമന്റ് ബോക്സ് നോക്കൂ. സംഘികൾ ഇന്ത്യയുടെ വിജയത്തെ ആഘോഷമാക്കുന്നത് ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിജയമായിട്ടാണ്. നിങ്ങൾ ഈ കമന്റ് കണ്ടില്ലേ? ഒരു ജില്ലയെ വരെ മുൻനിർത്തി അവർ ഇന്ത്യ വിജയിച്ചതിന്റെ പേരിൽ വർഗീയമായി ആഘോഷിക്കുകയാണ്. ഞാൻ ആ കമന്റുകൾ വായിക്കാം. ഒരു കമന്റ് പറയാം, മലപ്പുറത്ത് ഹർത്താലുണ്ടോ. മറ്റൊരു കമന്റ്, മീഡിയ വണ്ടി ഒരു സന്തോഷം കാണുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി അടിയല്ലേ പാകിസ്ഥാന് പിള്ളേര് കൊടുത്തത്. നിങ്ങളുടെ മുസ്ലിം കളിക്കാര് തോറ്റുപോയല്ലോ. ഇങ്ങനെയൊക്കെ വർഗീയ വിഷം കലർത്തുന്ന വർത്തമാനം എങ്ങനെ പറയാൻ തോന്നുന്നു? ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നിന്നാൽ അതിന് മുമ്പിൽ പാകിസ്ഥാനെതിരെ നിൽക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഉണ്ടാകും. അത് മുസ്ലിങ്ങളുടെ അഭിമാനമാണ് ഈ രാജ്യം. ഇത് മനസ്സിലാക്കാൻ എന്റെ പൊന്നു മനുഷ്യന്മാരെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളുടെ ഉള്ളും പുറവും മുഴുവൻ ഈ വർഗീയ വിഷം മാത്രമാണ് ഉള്ളത്. എന്നാൽ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ സംഘികൾ ഇന്ത്യയെ പാകിസ്ഥാന് കൂട്ടിക്കൊടുത്ത ചരിത്രമേ പറയാനുള്ളൂ. ചരിത്രം പറയാണെങ്കിൽ സവർക്കർ ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയത് മുതൽ പറയാനുണ്ട്. റീസെന്റ് ഇന്ത്യ റിസർച്ച് ആൻഡ് അനലൈസ് വിംഗ് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്തവരുടെ ലിസ്റ്റ് ഞാൻ തരാം. അതിൽ ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. 2021 മുഹമ്മദ് ഷാമിയുടെ പാകിസ്ഥാനെതിരെയുള്ള മോശം പെർഫോമൻസിന് പാകിസ്ഥാൻ ചാരനെന്നും അർഷദീപിനെ ഖാലിസ്ഥാൻ തീവ്രവാദി എന്നും പറഞ്ഞാണ് ഈ സംഘികൾ അവിടെ രോഷം തീർത്തത്. 2014 ശേഷം ഓരോ മുസൽമാന്റെയും ദേശസ്നേഹം അളക്കലാണ് ഇവരുടെ മെയിൻ ഹോബി. ഇനി ചില കാക്കാമാരുടെ കമന്റ് കൂടി വായിക്കാം. ഇന്ത്യയുടെ വിജയത്തെ പറ്റി അൻസാരി സുഹരി ഉസ്താദിക്ക് ഒരു പോസ്റ്റിൽ വന്ന ചില കാക്കാമാരുടെ കുരുപൊട്ടിയ കമന്റ് കൂടി നമുക്ക് നോക്കാം. ഉസ്താദ് രാജ്യസ്നേഹം തെളിയിക്കാനുള്ള തിരക്കിലാണല്ലേ? ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് രാജ്യസ്നേഹം കാണിക്കേണ്ട ഒരു ഗതികേടായല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രാജ്യസ്നേഹം കാണിക്കാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമല്ലോ ഉസ്താദെ. ഇതിപ്പോ സംഘികളെക്കാൾ കഷ്ടമായല്ലോ. ഇപ്പൊ സംഘികളും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്റെ പ്രിയമുള്ള ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങളുടെ പേരിൽ തീവ്രവാദം പറയുന്ന സംഘികളെയും എന്റെ പ്രിയമുള്ള മുസ്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ പേരിൽ ഭീകരവാദ പ്രവർത്തനത്തിന്റെ വിഷം തുപ്പുന്ന മുസ്ലിം നാമധാരികളെയും നാം അകറ്റുക തന്നെ വേണം. ആരിവിടെ തീവ്രവാദ, ഭീകരവാദ, വിഖണ്ഡനവാദങ്ങൾ പ്രചരിപ്പിക്കുന്നോ അവരെ മതം നോക്കാതെ നമുക്കൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധിച്ച് അവരെ ഒറ്റപ്പെടുത്താം ഈ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി.